രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ വളരെ ശക്തമായ പാരായണത്തിലൂടെ ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ ആകർഷിച്ച ഏക ഇന്ത്യൻ വനിതയാണ് നമ്മുടെ സുമംഗലാജി. അവർ ഇവിടേക്ക് വന്നിട്ട് നമ്മളെ ഒന്ന് അനുഗ്രഹിക്കുക, ഇവിടെ വന്നിട്ട് ഒരു പാരായണം നടത്താൻ കഴിയുക എന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്തുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു കാര്യമാണ്. അവർ നമുക്ക് എല്ലാവർക്കും അറിയാമെങ്കിൽ പോലും നമ്മുടെ ക്ഷേത്രത്തിന് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കടപ്പാട് നമുക്ക് അവരോടുണ്ട്. അതായത് ചിന്മയ മിഷൻ്റെ ധർമ്മ പുരസ്കാരം അവാർഡിന് അർഹമായ ഒരു ക്ഷേത്രമാണ് ഇത്. കഴിഞ്ഞ വർഷത്തിൽ ചിന്മയ മിഷൻ്റെ ധർമ്മ പുരസ്കാര അവാർഡത്തിന് അർഹരായ ഒരു ക്ഷേത്രമാണിത്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഏക വ്യക്തി, അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, ഏക വ്യക്തി ഈ സുമംഗലാജിയാണ്. സുമംഗലാജിയുടെ സ്വാധീനം കൊണ്ടും സമ്മർദ്ദം കൊണ്ടും ഇടപെടലുകളെ കൊണ്ട് മാത്രമാണ് അങ്ങനൊരു പുരസ്കാരം ഈ ക്ഷേത്രത്തിൽ കരസ്ഥമാക്കാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് തീർത്താ തീരാത്ത കടപ്പാട് അവരോട് നമുക്കുണ്ട്. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നാരായണീയ പുരസ്കാരം അവാർഡിന് യോഗ്യത നേടിയിട്ടുള്ള ഒരു കേരളത്തിൽ നിന്ന് മറ്റുള്ള വ്യക്തികളുണ്ട്. അതിലത്തെ ഒരു വ്യക്തിയാണ് സുമംഗലാജി. അതിപ്പോൾ പുരിയിൽ വെച്ചിട്ട്, ചിദാനന്ദപുരിയിലെ പുരി ക്ഷേത്രത്തിൽ വെച്ചിട്ട്, ജഗന്നാഥപുരിയിൽ വെച്ചിട്ടാണ് അതിൻ്റെ അവാർഡ് ദാന വിതരണമൊക്കെ നടക്കുന്നത് ഡിസംബർ മാസത്തിൽ. അപ്പോൾ അതിനും കൂടിയും പോകാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടിരിക്കുന്ന ഒരു വിശിഷ്ട വ്യക്തിയാണ്. അവരുടെ പാരായണം നമുക്ക് ശ്രദ്ധിക്കാനുള്ള അവസരം കിട്ടി എന്നുള്ളത് വളരെ വലിയൊരു ഭാഗ്യമാണ്. ഈ ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാർ 3 ദിവസം ഈ രാമായണം ധർമ്മ പുരസ്കാരം, നമുക്ക് ധർമ്മ രക്ഷാ പുരസ്കാരം കിട്ടിയെന്ന് പറഞ്ഞാൽ ധർമ്മ പുരുഷോത്തമനായ രാമൻ്റെ കഥകളാണ്. ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, എങ്ങനെ അവൻ പ്രവർത്തിക്കണം, ഒരു കുടുംബജീവിതം തന്നെ എങ്ങനെയൊക്കെ നയിക്കണം എന്നുള്ളത് 100% സത്യത്തിലും ധർമ്മത്തിലും ഒതുങ്ങി നിന്നുകൊണ്ടുള്ള ഒരു മനുഷ്യൻ്റെ ജീവിതം തുറന്നു കാണിക്കുന്ന ഒരു കാവ്യമാണ് രാമായണം. ആ രാമായണം ഈ ക്ഷേത്രത്തിൽ വായിക്കാനുള്ള അവസരം നമുക്ക് കിട്ടിയത് വളരെ ഭാഗ്യമായിട്ട് കരുതുന്നു. അതോടൊപ്പം അവരൊന്ന് ആദരിക്കാൻ വലിയൊരു ചടങ്ങിൽ വെച്ചിട്ട്, നമുക്ക് അവരോടുള്ള കടപ്പാട് നിറവേറ്റാൻ വലിയൊരു ചടങ്ങിൽ വെച്ചിട്ട് നമ്മൾ ആദരിക്കേണ്ടതാണ്. എന്തോ നിർഭാഗ്യവശാൽ നമ്മുടെ ഈ ചടങ്ങ് വളരെ സൂക്ഷിച്ചു പോയി. എന്നാലും ഞാൻ ആ ദൗത്യം നിർവഹിക്കാൻ, അവരെ ആദരിക്കാനുള്ള ദൗത്യം.
ആ ഗുരുസ്ഥാനത്ത് നിന്ന് ഞാൻ ഏതായാലും ആദ്യമായിട്ടൊരു യജ്ഞം ഈ ക്ഷേത്രത്തിൽ ആരംഭിക്കുകയാണല്ലോ. അതിന്റെ ഭാഗമായിട്ട് ബാലേട്ടൻ്റെ അനുഗ്രഹത്തിന്